എല്ലാവർക്കും ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ മെസ്സേജ് ഇടുന്നത്. സ്ലീപ്പർ റെയിലുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ജിപേയിൽ ഗൂഗിൾ പേയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആർക്കാണ് അയച്ചത് അതിന് തൊട്ടിപ്പുറത്തായിട്ട് 2 പേര് ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാനോ അത് ഓപ്പൺ ചെയ്യാനോ പറ്റില്ല. അത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ ഒരു 10,100 രൂപ ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടായിപ്പോയി. അത് ആർക്കാണോ ട്രാൻസാക്ഷൻ പോയിട്ടുണ്ട്, ആർക്കാണോ കിട്ടിയെന്നൊന്നും ഡീറ്റെയിൽസ് പോലും എടുക്കാൻ പറ്റുന്നില്ല. അതൊരു സ്കാമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ലാസ്റ്റ് ആർക്കാണോ ഗൂഗിൾ പേ അയച്ചു കൊടുത്തത് അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ അതിനകത്ത് അറിയാതെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് അതേ എമൗണ്ട് അതിന് ഡിഡക്റ്റ് ആവും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു സ്കാമാണ്. 10,100 റുപ്പീസാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയത്. എല്ലാവരും ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കാമാണ്. ഗൂഗിൾ പേ പറ്റുന്ന ആൾക്കാർ എല്ലാവരും ഗൂഗിൾ പേ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക പ്ലീസ്. ഇതായിട്ട് നോക്കുക. ഇപ്പോൾ അത് ആം സീറ്റിൽ ഒരാൾ ഇട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് പോയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഈ ഓഡിയോകൾ കേട്ടില്ല. ഈ ഓഡിയോ കേട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നത് ഒരു സ്കാമാണ്, ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ളൊരു സ്കാമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി ഇതൊരു സ്കാം കാര്യങ്ങളൊന്നുമില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ പേയുടെ പുതിയൊരു ഓപ്ഷനാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഈ കളിയൊക്കെ കാണുമ്പോൾ, പിന്നെ IPL ഒക്കെ കാണുമ്പോൾ TV കാണുന്നവരൊക്കെ ഈ ഒരു ആഡ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്നുണ്ടാവും. ഇത് സിമ്പിളായിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, ഇതിപ്പോൾ നമ്മളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ ഗൂഗിൾ പേ ഓട്ടോ പേയ്മെൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കൊടുക്കണമെന്ന് വിചാരിച്ചോളൂ. ഒരു 1,000 റുപ്പീസ് എന്നതാണ് ഒരു പോക്കറ്റ് മണി നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങളെ കുട്ടികളെ ഫോണിലും ഗൂഗിൾ പേ വേണം, അല്ലെങ്കിൽ അവർക്ക് ഗൂഗിൾ പേ വേണം, അവർക്ക് ബാങ്ക് അക്കൗണ്ടൊന്നും വേണ്ട. അവർ ജസ്റ്റ് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് 1,000 റുപ്പീസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അവർക്കിപ്പം എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എപ്പോഴും ഗൂഗിൾ പേ ചെയ്യുന്നതിന് പകരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിച്ചിട്ട് അവർ ആപ്പ് ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷൻ. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റപ്പ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ അവർ ഓരോ ടൈമിൽ എവിടെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ആ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഒരു സ്കാമും കാര്യങ്ങളൊന്നും വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അത് ഈ വോയിസ് ഒരു സ്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പം നിങ്ങളെന്താ ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഇതിലെന്തെങ്കിലും കൂടുതൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യണം, എങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് വേണമെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിൽ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം റിപ്ലൈ തരാം. ഓക്കെ, ബൈ ഗൈസ്.